ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വിജയസാധ്യതകൾ CPM-ന് എത്രത്തോളമാണ്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള CPM-ന്റെ പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നോക്കിയാൽ ഏതാണ്ട് CPM ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് CPM-ൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും എല്ലാ പ്രവർത്തകരും. മികച്ച നിലയിലുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇതിനോടകം തന്നെ ഡോക്ടർ P. സരിൻ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനായി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളതാണ്. പ്രധാനമായും ഇടതുപക്ഷത്തോട് എതിർചേരിയിൽ നിൽക്കുന്ന UDF-ഉം BJP-യും NDA മുന്നണിയും അവർക്കകത്തുള്ള വിവിധ തരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ കൊണ്ട് വിമത നീക്കങ്ങൾ കൊണ്ടെല്ലാം അസ്വസ്ഥജനകമായി തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ എല്ലാ നിലയിലും ഇടതുപക്ഷത്തിന് ജയം ഉറപ്പുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോഴുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ അതായത് മണ്ഡലത്തിനകത്തും പുറത്തും കുറേ രാഷ്ട്രീയ കാര്യങ്ങളും അല്ലാത്തതുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? തീർച്ചയായും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട പാലക്കാട്ടെ ജനം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഈ ഉപതെരഞ്ഞെടുപ്പ് വരാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ചാണ്. പാലക്കാട് MLA ആയിരുന്ന കോൺഗ്രസിൻ്റെ നേതാവിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതു സാഹചര്യത്തിലാണ് വടകരയിൽ മത്സരിപ്പിച്ചത് എന്ന് കോൺഗ്രസിൻ്റെ UDF-ൻ്റെ നേതൃത്വത്തിന് ഇതുവരെയും വിശദമാക്കാൻ പറ്റിയിട്ടില്ല. BJP-യോട് വളരെ നേരിയ മാർജിനിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് കോൺഗ്രസ് ജയിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വടകരയിൽ ഞങ്ങൾ ശൈലജ ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടൊരു മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിനാണ്. മാത്രമല്ല ശൈലജ ടീച്ചർ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്ട് 60,000-ലധികം വോട്ടുകൾക്കാണ്. ഞങ്ങൾ K. രാധാകൃഷ്ണൻ സഖാവിനെ മത്സരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആലത്തൂർ മണ്ഡലം തിരിച്ചു പിടിക്കാനാണ്. സഖാവും ഏതാണ്ട് 40,000-ലധികം വോട്ടുകൾക്ക് ചേലക്കരയിൽ ജയിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വളരെ ചെറിയ മാർജിനിൽ BJP-യോട് ജയിക്കാൻ കഴിഞ്ഞ കോൺഗ്രസിൻ്റെ നേതാവിനെ തന്നെ വടകരയിൽ സിറ്റിംഗ് സീറ്റിൽ അവിടെ ഉണ്ടായിരുന്ന ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ മുഖമായിരുന്ന K. മുരളീധരനെ മാറ്റി ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുകയാണ്. അന്ന് തന്നെ ഞങ്ങളിത് പറഞ്ഞിരുന്നു, ഇത് ഒരു BJP കോൺഗ്രസ് ബാന്ധവത്തിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്ന്. ഉപതെരഞ്ഞെടുപ്പ് വരാനിടയായ സാഹചര്യം വന്നാൽ എന്താണ് പാലക്കാട് കോൺഗ്രസും BJP-യും തമ്മിൽ ധാരണയുണ്ടാക്കുന്നത് എന്ന് അന്നും ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെല്ലാം കേരളത്തിലെ മതനിരപേക്ഷമായ ജനങ്ങൾ സംശയിച്ചതുപോലെ തന്നെ K. മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിച്ചു. TN പ്രതാപന് അതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 86,000 വോട്ടിൻ്റെ കുറവുണ്ടായി. BJP തൃശ്ശൂരിൽ ജയിക്കുന്ന സാഹചര്യമുണ്ടായി. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും BJP-യുമായി ഒരു ഒത്തുകളിയുടെ ധാരണയുണ്ടാക്കിയിട്ടാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും മുഖ്യമായി പാലക്കാട്ടെ ജനം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ രാഷ്ട്രീയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. പാലക്കാട്ടെ ജനങ്ങളുടെ ഒരു പൊതു സ്വഭാവം കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളും നോക്കിയാൽ മതനിരപേക്ഷ ചേരിക്ക് വേണ്ടി മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മതിദാനാവകാശമായിട്ടാണ് അവർ അവരുടെ വോട്ടവകാശത്തെ വിനിയോഗിക്കാറുള്ളത്. ഇപ്രാവശ്യവും മതനിരപേക്ഷ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വോട്ട് രേഖപ്പെടുത്തലായിരിക്കും പാലക്കാട്ടെ ജനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഇടതുപക്ഷത്തിനൊപ്പമാവും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. ഇനി 2 ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ട്രോളി ബാഗ് വിവാദമാണ്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ അത്യപൂർവമായി സംഭവിക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ അതിൽ മണ്ഡലത്തിൽ ആർക്കാണത് ഗുണം ചെയ്യുക? ഇവിടെ ഈ അല്ലെങ്കിൽ ആ സംഭവത്തെ സംബന്ധിച്ച് നമ്മളൊന്ന് അതിൻ്റെ വസ്തുതകൾ ഒന്ന് നോക്കണം. നമ്മൾ ഈ പലപ്പോഴും ഈ വിവാദങ്ങളായി മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് മാത്രമാണ് ജനം ഉൾക്കൊള്ളുക എന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഇന്ന് പുതിയ കാലത്ത് ജനത്തിന് ഇതെല്ലാം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നത് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ വളരെയധികം ജനങ്ങളുടെ കയ്യിലുണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായ പരിശോധനകളെക്കാൾ കൂടുതലായ പരിശോധന നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും. ഇപ്പോൾ വാഹനങ്ങളായാലും മറ്റ് തരത്തിലുള്ള ഹോട്ടൽ
മുറികളാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഏത് നിലയിലുമുള്ള പരിശോധനകൾ സാധാരണയായി കൂടുതലാണ്. ഇവിടെയും 2 ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട്ട് ഒരു പ്രധാനപ്പെട്ട നഗരത്തിലെ ഏറ്റവും കൂടുതൽ മുറികളുള്ള ഒരു പ്രധാനപ്പെട്ടൊരു ഹോട്ടലാണ്. ആ ഹോട്ടലിനകത്തേക്ക് രാത്രി പോലീസിന് അവർക്ക് കിട്ടിയിട്ടുള്ള ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരൊരു പരിശോധനയ്ക്ക് വേണ്ടി വരുന്നു. ആ പരിശോധനയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കളിൽ TV രാജേഷ് XMLA ആയിരുന്ന CPM നേതാവ് അവിടെ ഉണ്ടായിരുന്നു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ നികേഷ് ഉണ്ടായിരുന്നു, M വിജിൻ MLA ആ ഹോട്ടലിലുണ്ടായിരുന്നു. ഇങ്ങനെ ഒട്ടേറെ ആളുകൾ BJPയുടെ ചില നേതാക്കളുണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ നേതാക്കൾ ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ മുറികൾ കയറിയപ്പോൾ ഒരു കുറേ നേതാക്കളെല്ലാം അത് അനുവദിച്ച് മുറി തുറന്ന് പരിശോധിക്കാനും പോലീസിനോട് സഹകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ കോൺഗ്രസിൻ്റെ ചില നേതാക്കളുടെ മുറി അവർ തുറക്കുന്നതിന് വിസമ്മതിച്ചു എന്ന് മാത്രമല്ല, അവിടെ ആളുകളെ കൂട്ടി ബോധപൂർവം സംഘർഷമുണ്ടാക്കാനാണ് ശ്രമിച്ചത്. ആ സംഘർഷമുണ്ടാക്കി പോലീസിൻ്റെ പരിശോധന തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് എന്തോ ഒളിപ്പിക്കാൻ അവിടുത്തെ കോൺഗ്രസിനുണ്ടായിരുന്നു. ഒരു മാത്രമല്ല, സ്ഥാനാർത്ഥി ആദ്യം ഈ സമയത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങളല്ല. ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ടൊരു രാത്രി 11:30-12 മണിയോടുകൂടിയൊക്കെ ഈ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. 2.5 മണിക്കൂർ കാത്തിരുന്നതിന് ശേഷമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ ലൈവ് ടെലികാസ്റ്റും വരുന്നത്. അതിന് തൊട്ട് മുമ്പ് വരെ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വടകര MP, പാലക്കാട് MP, കോൺഗ്രസിൻ്റെ ചില തെക്കൻ ജില്ലകളിൽ നിന്നുള്ള നേതാക്കൾ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം അവിടെ നിന്ന് പോയി പിന്നീട് ഈ ആളുകളെ കൂട്ടി സംഘടിച്ചെത്തിയതുമൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനോടകം ഹോട്ടലിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള CCTVയുടെ ദൃശ്യങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും പരസ്പര ബന്ധമില്ല എന്നുള്ള, അല്ലെങ്കിൽ അവാസ്തവമാണ് എന്നുള്ളത് ബോധ്യമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സ്വാഭാവികമായും മാത്രമല്ല, തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ കള്ളപ്പണം ഒഴുകുന്നത്, നേരത്തെ ഇപ്പോൾ കൊടകരയിൽ ഉണ്ടായിട്ടുള്ള സംഭവം, അതിനുശേഷം നടന്ന കൊടകരയിലെ BJP നേതാക്കൾ നേരത്തെ പാലക്കാട്ടെ MLA ആയിരുന്ന ആൾക്ക് 4 കോടിയോളം രൂപ നൽകി എന്നുള്ള ആരോപണം, ഇതെല്ലാം നിൽക്കുന്ന ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കള്ളപ്പണം ഒഴുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ജനം വിശ്വസിക്കുന്നത്. തീർച്ചയായും ആ ചർച്ചയുമൊക്കെ ഇടതുപക്ഷത്തിന് വോട്ടായി മാറാനാണ് സാധ്യത എന്നാണ് കരുതുന്നത്. ട്രോളി വിവാദവുമായി ബന്ധപ്പെട്ട് അതുപോലെ ഗോവിന്ദൻ മാഷ് പറയുകയുണ്ടായി ഷാഫി പറമ്പിലാണ് ഇതിൻ്റെ സംവിധായകനെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇതിൻ്റെ ഇടപെടലിൽ ഷാഫി പറമ്പിലിന് എത്രത്തോളം പങ്കുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്? ഈ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിലെ എല്ലാ കാര്യങ്ങളിലും താങ്കൾ ഈ പറഞ്ഞ നേരത്തെ പാലക്കാട് MLA ആയിരുന്ന നേതാവിൻ്റെ മാത്രമാണ് എല്ലാ കാര്യത്തിലും. ഇത് മാത്രമല്ല, അത് ഞങ്ങൾ ആരോപിക്കുന്ന രാഷ്ട്രീയ ആരോപണമല്ല. സ്ഥാനാർത്ഥി നിർണയം മുതൽ കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടായതിൻ്റെ കാരണം എന്താ? നിങ്ങൾ നോക്കൂ, ഇപ്പോൾ K മുരളീധരൻ അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റായ വടകരയിൽ നിന്ന് മാറി. അദ്ദേഹമാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. എത്രയോ ആളുകൾ അങ്ങനെ അവരവരുടെ സീറ്റുകളിൽ നിന്ന് മാറി മത്സരിക്കുന്നു. പിൻഗാമികളെയാണോ ഓരോരുത്തർ കൊണ്ടുവരാറുള്ളത്? അപ്പോൾ ഇത് ഏതാണ്ട് ഒരു പൈതൃക സ്വത്തവകാശം ഒസ്യത്തെഴുതി വെച്ച് വേറൊരാൾക്ക് കൈമാറുന്നത് പോലെ ഒരു MLA പെരുമാറുന്നു, ഒരു രാഷ്ട്രീയ നേതാവ് പെരുമാറുന്നു. തുടക്കം മുതൽ ഇതിനോടൊന്നും ഒപ്പം കോൺഗ്രസിൻ്റെ ജില്ലയിലെ നേതൃത്വമില്ല. കോൺഗ്രസിലെ ജില്ലയിലെ നേതൃത്വമാകെ ആവശ്യപ്പെട്ടതാണ് AICCയും KPCCയും ഒക്കെ അംഗീകരിക്കുന്നതെങ്കിൽ ഇവിടെ സ്ഥാനാർത്ഥിയാകേണ്ടിയിരുന്നത് മറ്റൊരു പേരാണ്. ഇത് ഞങ്ങൾ പറയുന്നതല്ല, കോൺഗ്രസ് തന്നെ പറയുന്നതാണ്. അതിൻ്റെ തെളിവടക്കം പുറത്തു വന്നു. DCCയിലെ പ്രധാനപ്പെട്ട പാലക്കാട് ജില്ലയിലെ നേതാക്കൾ, MP, DCC പ്രസിഡന്റ്, DCCയുടെ ജനറൽ സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട 5 നേതാക്കൾ ഒപ്പിട്ട് AICCക്ക് തങ്ങളുടെ അഭിപ്രായം പറഞ്ഞതിൽ ഒറ്റ പേരേ ഉണ്ടായിരുന്നുള്ളൂ, വിവിധ പേരുകളില്ല. ആ ഒരു പേര് KPCC നേതൃത്വം വഴി AICCക്ക് എത്തുന്നു. പക്ഷേ അതുപോലും അട്ടിമറിക്കപ്പെടുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും ബാക്കിയുള്ള ഏത് കാര്യം നിങ്ങൾ നോക്കിയാലും, ഇവിടെ ഇപ്പോൾ ജനങ്ങൾക്കിടയിലായാലും ഒക്കെ പറയുന്നത് ഇതൊരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല, MLAയുടെ നേരത്തെ MLA ആയിരുന്ന ആളുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതുമൊക്കെ ജനം കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മറ്റു ചില ഡീലുകൾ, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് തങ്ങളുടെ മറ്റ് ചില ഏർപ്പാടുകൾക്ക് വേണ്ടിയിട്ടുള്ളതായി ഒക്കെ മാറുന്ന ഒരു കാലത്ത് ജനം അതിനെയും ഒക്കെ തിരിച്ചറിയും. പുതിയ തലമുറയിൽപ്പെട്ട ആളുകളൊന്നും ഇതൊന്നും തിരിച്ചറിയാതിരിക്കുമെന്ന് കരുതേണ്ടതില്ല. അങ്ങനെ ഒരാൾ കഴിഞ്ഞാൽ അയാൾ പിന്തുടർച്ചാവകാശി, അത് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക്, അങ്ങനെയൊന്നും പോകുന്ന ഒരു ഗുണമല്ല. അപ്പോൾ എല്ലാ ഇത്തരം രാഷ്ട്രീയ നാടകങ്ങളുടെയും
സൂത്രധാരനും തിരക്കഥാകൃത്തും താങ്കൾ പറഞ്ഞ ആൾക്ക് പങ്കുള്ളതാണ്. സ്വാഭാവികമായും അതിനെയും ജനം അവജ്ഞയോടുകൂടി തന്നെ കാണും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഒരു ആരോപണം ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാൽ BJPയും CPMും തമ്മിൽ ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടെന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ആരെങ്കിലും കേരളത്തിൽ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ വാദത്തെ വിശ്വസിക്കുമോ? ഈ കേരളത്തിനകത്ത് ഏതാണ്ട് 300-ലധികം ആളുകൾ RSSകാരുടെ കയ്യാൽ, BJPക്കാരുടെ കയ്യാൽ കൊല ചെയ്യപ്പെടേണ്ടി വന്നൊരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഈ കേരളത്തിലെ എല്ലായിടത്തും RSSുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്ന പ്രവർത്തകർ എന്ന് പറയുന്നത് CPIMൻ്റെ പ്രവർത്തകരാണ്. ആ CPMന് RSSും BJPയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ജനമാണ് വിശ്വസിക്കുക? ഇനി നോക്കൂ, BJPക്ക് കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന നിയമസഭയിൽ ഒരു അക്കൗണ്ട്, അത് പൂട്ടിച്ചത് ഇടതുപക്ഷമാണ്, CPIMൻ്റെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ് 86,000 വോട്ട് കുറഞ്ഞത്. ഇനി ഇവിടെയെല്ലാം ഉള്ള നിങ്ങൾ നോക്കൂ, ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അദ്ദേഹത്തിന് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ഗോൾവാൾക്കറുടെ പടത്തിന് മുമ്പിൽ ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ രാഷ്ട്രീയ ആശയങ്ങളുടെ ഉപജ്ഞാതാവിൻ്റെ പടത്തിന് മുമ്പിൽ തൊഴുകൈകളുമായി നിൽക്കാൻ വേണ്ടി കഴിയുകയാണ്. ആ പ്രതിപക്ഷ നേതാവ് കുഴൽപ്പണത്തിൻ്റെ BJP നേതാവുമായി വന്നിട്ടുള്ള ആരോപണത്തിൻ്റെ കാര്യത്തിലായാലും മറ്റേത് ആരോപണങ്ങളിലായാലും എടുക്കുന്ന നിലപാടുകൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇപ്പോൾ പാലക്കാടും മറ്റു ചില സ്ഥലങ്ങളിലുമൊക്കെ BJPയുമായി ധാരണയുണ്ടാക്കുന്നത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ചില നേതാക്കളാണ്. ഞങ്ങൾ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് ആ മതനിരപേക്ഷതയിൽ നിന്ന് പുറകിലേക്ക് പോകരുത് എന്നാണ്. അപ്പോൾ CPMൻ്റെ മുകളിലേക്ക് ഇത്തരമൊരു ആരോപണം കെട്ടിച്ചമയ്ക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ നേതൃത്വവും UDFൻ്റെ നേതൃത്വവും നോക്കുന്നത്, അല്ലെങ്കിൽ അവർ ദുരുദ്ദേശപരമായി അതിന് പരിശ്രമിക്കുന്നത് അവർക്ക് നേരിടാനിടയുള്ള പരാജയ ഭീതിയിൽ നിന്നുമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ ഈ കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ, അതിനെ ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയ പ്രേരിതമാക്കുകയും അതിനെ വലിയൊരു ആരോപണമാക്കി മാറ്റി കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് ഈ മണ്ഡലത്തിൽ. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? മണ്ഡലത്തിൽ അങ്ങനെയൊക്കെ ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും ജനങ്ങൾക്ക് മുമ്പിൽ വില പോകുന്നതല്ല. കാരണം ആ വിഷയത്തിൽ തുടക്കം മുതൽ സർക്കാരും പാർട്ടിയും എടുത്തിട്ടുള്ള നിലപാട് പകൽ പോലെ ജനങ്ങൾക്കിടയിൽ വ്യക്തമാണ്. വസ്തുതകളും ജനങ്ങൾക്കിടയിൽ ഉണ്ട്. CPIM ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയല്ല. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിലപാടും ഏത് പ്രശ്നത്തെയും അതിൻ്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ രൂപത്തിൽ അന്വേഷണം നടത്തി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഇത് കേരളത്തിലെ പോലീസ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ പാർട്ടി പുലർത്തേണ്ടുന്ന നിലപാടുകൾ വളരെ കൃത്യമായി തന്നെ പാർട്ടിയും എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും അത് ജനങ്ങൾക്കിടയിൽ പാർട്ടിയെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു മതിപ്പുളവാക്കുന്നതിനാണ് ഇടയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രചരണം ഇടതുപക്ഷത്തിനെതിരാവും എന്നത് ഞങ്ങളിപ്പോൾ കരുതുന്നില്ല.